അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു കാട്ടുമുക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. എടി നമ്മൾ ആ പുലി വരണ ആന ഇറങ്ങണ കാട്ടിക്ക് പോകണ്ടോ? മിക്കവാറും അങ്ങോട്ട് പോവും. എൻ്റെ ഫോണ് ചാർജ് കഴിയാനായി. അപ്പോൾ നന്ദനയുടെ ഫോണിലാണ് വീഡിയോ എടുക്കണത്. കൊള്ളാല്ലേ? നന്ദനയുടെ ഫോണിലാന്ന്. കുറച്ചധികം പോവാണ്ട് കാണിച്ചു തരും. നമ്മളെല്ലാവരും ആസ് യൂഷ്വൽ കൂടെ ഉള്ളവർ തന്നെയാണ്. കൃഷ്ണപ്രിയ, നന്ദന, നീല, മറ്റേ നിറമുള്ളവള് ശ്രേയ. വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ്. ഇപ്പം എത്തില്ല, കുറെ നടക്കാണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് മൊത്തം നന്ദനയുടെ ഫോണിലായിരിക്കും ഉണ്ടാവുക. അതെ. അപ്പൊ നമ്മള് ഒരു ആന്റിയെ പരിചയപ്പെട്ടു. ഒരു പെന്തക്കോസ്റ്റ് അങ്ങനെ എന്തോ പറയില്ലേ? പെന്തക്കോസ്റ്റ്, സോറി. അതിലുള്ള പ്രവാചക പോലെ ഒരു ആന്റിയാണ്. നമുക്ക് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വരാനൊക്കെ പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട് ആൻറ്റി. എന്തെങ്കിലൊക്കെ പോവാം. എനിക്കൊന്നും എൻ്റെ മുഖമൊക്കെ ഭയങ്കര സാഡായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്തെങ്കിലും പറയാൻ പോയാ അത് പിന്നെ അതല്ലേ, നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ. പറയുന്നത് കേൾക്കാൻ നമുക്ക് ആവശ്യമില്ലെങ്കിൽ തള്ളിക്കളയാം, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ സമയം അവർക്ക് വേണ്ടി ചെലവഴിച്ചു. അതിനവര് നമ്മളൊരു താങ്ക്സ് പറഞ്ഞു. ഞാൻ പക്ഷെ ആദ്യം ഷോക്കായി. എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടാണോ വിളിക്കണേ? ദൈവമേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവർക്കൊരു വീട് പോലെ ഒരു സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് അവരിങ്ങനെ ഇത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മളെ കാഷ്വലി വിളിച്ചതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ നമുക്കിതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടേ നമുക്കൊരു എന്താന്നുള്ളൊരിത്. എൻ്റെ കൈ വരുന്നിട്ടുണ്ട്. ഞാൻ വരാം, കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കും. ഒരുപാട് പോവാണ്ട് സത്യം പറയുകയാണെങ്കിൽ അടുത്തൊന്നുമല്ല. അത്യാവശ്യം ഇത് നമ്മളെല്ലാവരും ഇല്ല, ഞാനും ഈ റോസ് ചെറിട്ട പെണ്ണില്ലേ കൃഷ്ണ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടോ ഈ സ്ഥലം നോക്കിയേ, എന്ത് ഭംഗിയല്ലേ. അപ്പോൾ ഇതിലാണ് സ്റ്റോറേജും ഇല്ല. എടി അവിടേക്കല്ല, നേരെ. ഇത് പല പല ക്യാമറകളിൽ എടുക്കണം. കാര്യം എൻ്റെ ഫോണിൽ ചാർജില്ല, 2% എന്തോ ഉള്ളൂ. അപ്പോൾ ഇതിലെടുക്കാൻ മാത്രമുള്ള സ്പേസും ഇല്ല. അപ്പോൾ കണ്ടില്ല, ഇപ്പം നമ്മൾ ഒരുപാട് എത്തി, ഏകദേശം എത്താനായിട്ടില്ല, കുറേണ്ടിനി. അപ്പോൾ ഇതിൽ രസമൊക്കെ ഉണ്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. ക്ലാരിറ്റി ഇതൊക്കെ മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒരുപാട് ദൂരം നമ്മളിത് ഈ കഴിഞ്ഞ കൊല്ലം S3 തുടങ്ങിയ സമയത്ത് നമ്മളിവിടെ വന്നു. S3 തുടങ്ങിയ സമയത്തല്ലേ? തുടങ്ങിയ സമയത്ത് നമ്മൾ രണ്ടുപേരും വന്നായിരുന്നു. അന്ന് ഇവര് നന്ദന ഉണ്ടായില്ല, നമ്മൾ രണ്ടുപേരും വന്നായിരുന്നു. അപ്പോൾ അന്നൊരു ലോങ് ജേണി ആയിരുന്നു അല്ലേ. നമുക്കന്ന് അറിയില്ല, നമ്മൾക്ക് ആകെ ഫിയറായി. കാര്യം കുറേ പോകണം എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞങ്ങൾ മാത്രമല്ലേ, ക്ലാസ്സിൽ കുറച്ച് പിള്ളേരും പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള കുറച്ച് പിള്ളേരൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ നമ്മൾ അല്ലാതെ ഒരു വട്ടം വന്നു അല്ലേ, നമ്മൾ 2 വട്ടം വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 വട്ടം എന്തോ വന്നിട്ടുണ്ട് ഈ വഴിയിൽ. പക്ഷേ എന്തെന്നറിയോ, ഇവിടെ കുറേ ഇവിടുത്തെ നേറ്റീവ് ആൾക്കാർ ഇങ്ങനെ പറയും പുലി, അതുപോലെ ഇത് ശരിക്കും കേട്ടോ, ഇത് വെറുതെ പറയല്ല, പുലി, ആന, പിന്നെ പിന്നെ ഒരു സെക്കൻഡേ, അതുപോലെ മ്ലാവല്ലേ പറയാ, അതൊക്കെ മല അങ്ങനത്തെ ഏരിയ അല്ലേ ഉണ്ടാവുക? ഇത് മല ഏരിയല്ലേ. നീ ഒന്ന് തിരിച്ചു പോരുന്നേ. ഇതിലല്ലേ നമുക്ക് MHലൂടെ ആ വഴി വരാം. കാര്യം ഇത് കുറച്ചുകൂടെ ലോങ് റൂട്ടല്ലേ, രണ്ടാമത് തിരിഞ്ഞു വരണ്ട. നേരെ നടക്കൂ. ഇപ്പോൾ കണ്ടോ, നമ്മൾ കാടിൻ്റെ നടുക്ക് അങ്ങനത്തെ ഒരു പ്രദേശം. ഈ വ്ളോഗ് എങ്ങാനും എൻ്റെ അമ്മ കണ്ട തീരുമാനമായി. പക്ഷേ നടക്കുന്തോറും ഇരുട്ടായിക്കൊണ്ടേയിരിക്കുക. അതിപ്പോൾ രാത്രിയല്ലേ നടക്കണത്. അത് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ്. ഇതൊരു വനം കാടാണ്. ഇവിടെ നമ്മൾ അന്ന് പോയപ്പോൾ എനിക്കൊന്നും ആനയുടെ ഒക്കെ ചാണകത്തിന്റെ സ്മെല്ല് വന്നൂലേ. സ്മെല്ല് വന്നു, ആനപ്പിണ്ടത്തിന്റെ ഒക്കെ സ്മെല്ല്. മീൻസ് അത്രയ്ക്കൊരു മണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫോറസ്റ്റിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ഉണ്ടോ അറിയില്ല, അവിടെയൊക്കെ ഉണ്ട്. എടീ വേഗം വാ.
ലേറ്റ് ആവണു. അപ്പോൾ അവിടെ സർവേ കല്ലോ അങ്ങനെ കല്ലുകൾ, അത് ഫോറസ്റ്റ് ഏരിയ ആണ് തിരിക്കണ ആ ഒരു സാധനം അതുണ്ട്. പിന്നെ നമ്മൾ ഇത് ഒരു എനിക്ക് തോന്നുന്നു മറ്റേ കശുമാവിൻ തോട്ടം അതാണ് അല്ലേ, ഇതൊരു തോട്ടമാണിത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെ. നമ്മൾ വന്നന്ന് ആദ്യം S3 വന്ന സമയത്ത് ഇവിടെയൊക്കെ വൻ എന്താ പറയാ വെള്ളമൊക്കെ ഉള്ള ഇതാണ്. ഇവിടെയൊക്കെ ഒരു സർവേ കല്ല് മരിയാ എന്താ അവിടെ ഒരു കല്ല് കണ്ടോ. അതെ, ഇതൊക്കെ കാടിന്റെ ഈ കല്ല് കാട് ആണെന്നുള്ള ഇതാണിത്. അപ്പോൾ ഇതൊക്കെ കാട്ടേരിയ. അന്ന് നമ്മൾ ഈ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇതുപോലെ കുറേ ഇല്ല കുത്തൊന്നുമില്ല മൈൻഡ് വെക്കണ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങും. രാത്രിയാകുമ്പോൾ ആനയൊക്കെ ഇവിടെ വളരെ സാധാരണ കാഴ്ചയാണെന്നൊക്കെ. പിന്നെ പുലി ഇറങ്ങിയ ഇതൊക്കെ ഉണ്ട്. പുലിയൊക്കെ എപ്പോഴും അല്ലേ, വല്ലപ്പോഴും അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ ഒരു ആൻറ്റിയായിട്ട് ഇരുന്ന് സംസാരിച്ചായിരുന്നു അല്ലേ നമ്മളന്ന്. അങ്ങനെ കണ്ടോ കല്ല്, സർവേ കല്ല്. പിന്നെ ഇവിടെ വണ്ടിയൊക്കെ വല്ലപ്പോഴും വല്ല വണ്ടികളും വന്നാലായി. ഇവിടെ അത്രയും പിന്നെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. ഓട്ടോ വിളിച്ച് വരികയെ അല്ലെ അങ്ങനെയൊക്കെ വരണം, അല്ലെങ്കിൽ ആൾക്കാർക്കൊക്കെ അങ്ങനെ. പിന്നെ അതിൽ ഇവിടുത്തെ ഓരോ വീടുകളുടെയൊക്കെ ഇച്ചിരി കൂടെ, അതിപ്പോൾ അത്ര കാടായിട്ടില്ല, കുറച്ചുകൂടെ പോകുമ്പോൾ വീടുകളുടെയൊക്കെ ഗേറ്റ് മതിലിൻ്റെ മുകളിലൊക്കെ മറ്റേ വലയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. വന്യമൃഗങ്ങൾ വരാണ്ടിരിക്കാനാണ്. കണ്ടോ ഇതൊക്കെ എന്തോ ചെടി, ചേനയത് എനിക്കെങ്ങനെ മനസ്സിലായത് ചേനന്ന് കിട്ടിയില്ലേ. ചേനയല്ലടി ഇത്, സൂര്യകാന്തി നട്ടു വെച്ചത്. ഇതെന്താ സൂര്യകാന്തി നട്ടു വെച്ചത് അല്ലേ. ഇതാണടി നട്ടു വെച്ചത് ചേന. അല്ലല്ല ഇത് മറ്റേ പുല്ലടി, സാമ്പാറിലൊക്കെ ഇടണ മാരത്തെ ബിരിയാണി ഇലയല്ലേ ഇത് ആണ് തോന്നുന്നു. ബിരിയാണി ഇലയാണ്. ഒത്തിരി എടുത്ത് മണത്ത് നോക്കുക. ബിരിയാണിയിലെ മരത്തിലുണ്ടാവുക. ഇതെന്തോ പുല്ലാണ്, പുല്ലുവർഗം അല്ല അത്. പുല്ലുവർഗം ബേലീഫ് അല്ല മോളൂ. ബിരിയാണിയിൽ ഇടുന്ന ഇല ബേലീഫാണ്. ഓക്കെ ഫൈൻ. ഇത് താനേ നെറ്റ് ഓൺ ആയതാ. നെറ്റ് താനേ ഓൺ ആവണ്ട, ബിക്കോസ് ചാർജില്ല. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ എന്തേ ഇവിടെയൊക്കെ വീട് ഏരിയ തന്നെ. പക്ഷേ കുറച്ചും കൂടി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കാടാണ്. അപ്പോൾ നമുക്ക് നല്ല പേടിയായി ഈ സ്ഥലത്തേക്കൊക്കെ വന്നപ്പോഴേ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും വലിയ ആൾത്താമസമൊന്നും ഇല്ല, വീടുകൾ നല്ലത്, പുറത്ത് ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ അത് കാണാൻ നല്ല സീനറി ഉള്ള സ്ഥലങ്ങളാണ്. കണ്ടല്ലേ നല്ല ഭംഗിയാണ് കാണാൻ. ഇവര് രണ്ടുപേരും അപ്പം അങ്ങനെ അവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് വരണത്. അപ്പം അവർക്ക് എക്സൈറ്റഡ് ആയിരിക്കും, ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലത്തിന് ശേഷം വരണം. ഇനി നമുക്ക് ഇനിയും വരാം. അവിടെ ഒരു പാടം ഉണ്ടല്ലോ, ആ പാടം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് വരാം. പിന്നെ അതിൻ്റെ അവിടെ ഒരു പള്ളി ഇല്ലേടി ഇവിടെ, കുറേ കൂടെ പോയിട്ട്. അതാണ് ഞാൻ ആൻറ്റിയോട് ചോദിച്ചത്, കാരണം മറ്റേ പള്ളി അതാണോന്ന്. അല്ലല്ല, ഫാന്റസി പാർക്ക് അങ്ങനെ മലമ്പുഴ IT ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഫാന്റസി അല്ലാതെ ഈ ഏരിയയിലൊന്നല്ല. ഈ ഏരിയയിലല്ല, മലമ്പുഴ. അവിടെ ഓട്ടോ വിളിച്ചു പോകും. അവിടെ വരെ ഓട്ടോ വിളിച്ചു പോകാൻ പൈസ ഉള്ളതുകൊണ്ട് പോകുന്നു. മകന് വലിയ വീടൊക്കെ ഇല്ലേ, അപ്പൊ പിന്നെ എന്താ പോയാ. ഒരു മകൻ UK-യിലാണ്. ആ കഥ നിനക്കറിയില്ല അല്ലേ, ഈ വ്ളോഗിൽ പറയാം. ഓക്കെ ബൈ. അതിന് ഒരു മകൻ UK-യിലാണ്, ഒരു മകൻ ഗവൺമെന്റ് ജോലി വാട്ടർ അതോറിറ്റിയിലാണ്. പോരെ പിന്നെ ഇവിടെ നിന്ന് ഫാന്റസി പാർക്കിക്ക് അകത്തേത്തറിയുന്ന മലമ്പുഴ ഫാന്റസി പാർക്ക് അവിടേക്ക് പോനാ പാട് അല്ലേ. ഒന്നും പാടല്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ വേലികൾ ഒക്കെ കെട്ടി ഒക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ വനം കാട്. ഇവിടെ വല്ലപ്പോഴും എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വരണുള്ളൂ കേട്ടോ. പക്ഷെ എല്ലാവർക്കും അറിയാം അത് നമ്മൾ NSS കോളേജിലത്തെ പിള്ളേരാണെന്നല്ലേ. അല്ലാതെ ആൾക്കാരും ഇതിൽ കൂടെ വരില്ല എന്നുള്ള ബോധം അവർക്കുണ്ട്. അതെ, അവർക്കൊക്കെ 100% അറിയാം നമ്മൾ ആ കോളേജിൽ തന്നെയാണ്. അപ്പം അങ്ങനെ എനിക്കൊന്നും സ്ഥിരമായിട്ട് ആരെങ്കിലൊക്കെ വരും, അല്ലാണ്ട് അപ്പം ഇത്ര കറക്റ്റായിട്ട് അവർ പറയില്ലല്ലോ അല്ലേ. എഞ്ചിനീയറിംഗ് കോളേജിൽ അവരങ്ങ് ചോദിച്ചു പ്രൊമോഷനൊക്കെ പെയ്ഡ് പ്രൊമോഷനാ തോന്നുന്നു അല്ലേ. എനിക്കെന്തോ ഇവര് പ്രൊമോട്ട് ചെയ്ത ആളെ പിടിച്ചു തന്നാ
പൈസ അവർക്ക് കിട്ടണ എന്തോ പരിപാടി ഉണ്ട്. എനിക്ക് തോന്നുന്നു അല്ലാണ്ടൊന്നും പ്രൊമോട്ട് ചെയ്യാൻ ആരും നിൽക്കുന്നു. അവരവരുടെ ഇഷ്ടത്തിന് വരട്ടെ എന്നുള്ള രീതിക്ക് നിന്നണം. അത് മതം അടിച്ച് അമർത്തി നമ്മളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അതിന്റെ ഒരു കൃഷ്ണപ്രിയ ഒരു ഡയലോഗ് പറഞ്ഞു, എല്ലാ ദൈവം ഒന്നല്ലേന്ന്. അപ്പൊ അവര് 2 കല്ല് കുഴിയിടണ്ടാന്നോ എന്ത് ഇടണ്ടെന്നൊക്കെ പറഞ്ഞു. കണ്ടോ നമുക്ക് വ്യൂ കണ്ടോ, കൊള്ളാലെ. ഇത് ഏത് മലയായി കാണണേ? ധോണിയാണ്, ധോണി ഹിൽസ് ആണ് ഈ കാണുന്നത്. കണ്ടോ കൊള്ളാലേ, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ആ കാട്ടുമുക്കിക്ക് പോണില്ല, താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുന്നു ആ യാത്ര. അപ്പോൾ ഇത് ബോയ്സ് ഹോസ്റ്റലിൻ്റെ മെൻ ഹോസ്റ്റലിൻ്റെ റോഡാണ്. ഈ റോഡിലൂടെ അങ്ങനെ നടന്ന് പോയാൽ നമ്മുടെ കോളേജിൻ്റെ അവിടെ എത്തും, അവിടെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവിടെ എത്തും. അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സോളാർ എന്തോ അങ്ങനെ ഒരു ക്യാമറ എന്തോ സാധനം. ഓ അല്ലേ ഇപ്പം നമ്മൾ ഇരുട്ടായ, പക്ഷെ കാടല്ലേ പറഞ്ഞ പോലെ. കാട്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ചൊക്കെ ആൾക്കാരോ വണ്ടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. കാട്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകണം. കറക്റ്റാ. Q&A ചെയ്യാം, നമുക്ക് നടന്നുകൊണ്ട് Q&A ചെയ്യാം. അല്ല, ഞാൻ അൺമാരീഡ് ആണ്. വേണ്ട, കുട്ടി കഴിച്ചോ. ഞാൻ അൺമാരീഡ് ആണ്. മാരീഡ് ആവാൻ താല്പര്യമുണ്ട്. ഇപ്പൊ തന്നെ അല്ല, ഒരു 10 കൊല്ലത്തിന് ശേഷം നല്ല താല്പര്യമുണ്ട്. നിനക്കൊന്നും എൻ്റെ ഇത് പറ, മാരീഡ് ആണോ? ഞാൻ മാരീഡ് അല്ല. താല്പര്യം തൽക്കാലം ഇല്ല. 10 കൊല്ലത്തിന് ശേഷം. ഞാനും തൽക്കാലം അല്ല, 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു. എനിക്കൊരു 4 കൊല്ലം കഴിഞ്ഞ താല്പര്യം ഉണ്ടാവില്ലേ? ഇല്ല 5 ഒരു 7 കേട്ടോ. നീ മാരീഡ് ആണോ ഡി? അല്ല, അനിശ്ചിത കാലത്തിലോട്ട് താല്പര്യമില്ല. ഇല്ല. നീ മാരീഡാ? താല്പര്യം തോന്നുമ്പോ ഞാൻ എപ്പോഴും താല്പര്യം ഉണ്ടോ? ഒരു 10 കൊല്ലത്തിന്. അവള് മറ്റേ ഗോ വിത്ത് ദ ഫ്ലോ ആണ് കേട്ടോ. ഗോ വിത്ത് ദ ഫ്ലോ. അല്ലല്ല, അവളുടെ ഫ്ലോയിലല്ല, അവളുടെ അച്ഛന്റെ ഫ്ലോ. അതെ, അവര് വീട്ടുകാര് നടത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് താല്പര്യം. അങ്ങനെ വേണം നിങ്ങൾ കുട്ടികളായത്. നിങ്ങൾ എന്തോ വിചാരിച്ച അങ്ങനെയല്ല, സാഹചര്യം എന്താണോ അതിനനുസരിച്ച് ഗോ വിത്ത് ദ ഫ്ലോ തന്നെ നമ്മളും. അനിശ്ചിതകാലം എന്ന് പറഞ്ഞാൽ നിൽക്കണ ഇവളുണ്ടല്ലോ, അവളായിരിക്കും ചിലപ്പോൾ ആദ്യം. വേണ്ട മോളത്തിന് അപ്പൊ ഞങ്ങളടുത്തൊക്കെ പറയും ഇവിടെ അനിശ്ചിതകാലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളെങ്ങാനും കല്യാണത്തിന് വന്നാലോ അതൊക്കെ പേടിച്ച്. ഇല്ലടി, നീ വിളിക്കണതല്ല വരും. അപ്പൊ നമ്മളെങ്ങാനും കല്യാണത്തിന് വന്നാലും അനിശ്ചിത കാലത്തേക്ക് എന്നാ പിന്നെ നമ്മൾ ആലോചിക്കില്ലല്ലോ കാര്യം. അപ്പൊ അങ്ങനെ ഞാനേ ആലോചിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാ എന്നെ മുന്നേ ആലോചിക്കുന്നേ? നിങ്ങൾക്ക് എന്നെ കെട്ടിക്കാണ്ട് ഇത്രയ്ക്ക് ദുർഗി. ഓക്കെ, എന്തോ പറഞ്ഞു അതങ്ങനെ പലതും പറയും കാര്യം കേട്ടാ. അപ്പോൾ ഇതാണ് മെൻസ് ഹോസ്റ്റല്, ഫസ്റ്റ് ഇയേഴ്സിന്റെ ഹോസ്റ്റലാണിത്. പറ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ചോദിക്കൂ. നിങ്ങളാരെങ്കിലും ചോദിക്കേ. വിശക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് ചെയ്യുന്നത്? കറന്റ് എന്ത് വേണമെങ്കിലും ചെയ്യും, പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോളേജിലാണ് പോണത്, പഠിക്കുകയാണ്. BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 3rd ഇയർ സ്റ്റുഡൻസ് നമ്മളെല്ലാവരും. ഇവള് IC ഇൻസ്ട്രുമെന്റേഷൻ. അതെ, ഇൻസ്ട്രുമെന്റേഷൻ, ഗിറ്റാറൊക്കെ പഠിപ്പിക്കുന്നു. അതല്ല വേറെ. അല്ല, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് IC. അതെ. എഞ്ചിനീയറിങ്ങിനൊക്കെ എന്തെങ്കിലും സംശയമുള്ളവര് കമന്റ് ചെയ്യുക, ചോദിക്കുക. നിങ്ങൾക്ക് അതിനുള്ള മറുപടി വേറെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് we are chicken who support KFC. അതെ, അത് ഇവള് കേട്ടോ, ഞാനല്ല. അപ്പൊ ഞാനൊരു ദേവി ഇത് ഈ കോളേജ് കാര്യം വരരുത്. ഞാൻ റിക്വസ്റ്റ് ആണ്, ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടോ. എൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ അവനവൻ്റെ റിസ്കിൽ കോളേജിലേക്കൊക്കെ വരിക, പഠിക്കാനും ഒക്കെ. ഇപ്പം പഠിക്കാൻ ഏത് കോളേജിലേക്ക് പോവുകയാണെങ്കിലും അവനവൻ്റെ റിസ്കിൽ പോവുക. അല്ലാതെ നമുക്ക് കോളേജിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച് പോകാണ്ടിരിക്കുക ഏറ്റവും ബെറ്റർ. അതിപ്പോൾ എഞ്ചിനീയറിങ്ങിനല്ല, ഏത് കോളേജിലായാലും കുഴപ്പമില്ല. കോളേജ് കമ്പാരിറ്റീവ്ലി നല്ല കോളേജൊക്കെ തന്നെയാണ്, മോശമൊന്നും പറയാനില്ല. പക്ഷേ
നല്ലതും കുറെ പറയാനൊന്നുമില്ല അങ്ങനെ. ഒന്നും പറയാനില്ല. അതെ, എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായമാവുമല്ലോ. ഈ വ്ളോഗൊക്കെ ഏതേലും സാറുമാരും ടീച്ചർമാരൊക്കെ കണ്ടാലേ ഞങ്ങൾക്ക് നാളെ ക്ലാസ്സിൽ കയറണേ. അല്ല, അവര് സബ്സ്ക്രൈബ് ചെയ്യൂ. ഏതേലും സാറുമാരും ടീച്ചർമാരും കാണണമെങ്കിൽ ഭാവിയിൽ അവരെ പറ്റിയുള്ള കോളേജിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാലോ. ഞാൻ വേണേലും ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഓരോ ടീച്ചർമാരെയും അത് ഇവളിട്ടോ, ഇവള് ചെയ്യും. വേണേലും ഞാൻ ചെയ്തോളാം. റിവ്യൂ അവള് ചെയ്യും. ഞാൻ എന്തായാലും റിവ്യൂ ചെയ്യാൻ പോണില്ല. കാര്യം എന്താണ്, അതിന്റെ ആവശ്യമുണ്ടോ അതിന്റെ? പേഴ്സണൽ ചോയ്സ്. ഓക്കെ, പേഴ്സണൽ ചോയ്സ്. കാര്യം നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സ് അല്ലേ? അടിപൊളി, ഒന്നും പറയാനില്ല. ഓ, പോവാ. ആ ഡോഗ് നല്ല പോലെ പെടയുണ്ട് കേട്ടോ. പെടയ മീൻസ് ചാടാൻ നിൽക്കുക നമ്മുടെ കയ്യിലെ വേസ്റ്റ് കവറൊക്കെ കണ്ടോ. അപ്പൊ അങ്ങനെ നമ്മള് എത്താനായി ഏകദേശം. ഇവിടെ കണ്ടില്ലേ കാട്. ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇന്ന് കുർക്കുറെ 2-3 കഴിച്ചു. സോ കുർക്കുറെ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ തരൂ. കൈ വേദനയ്ക്ക് അതിങ്ങനെ പിടിച്ച് ഇനിയിപ്പോ ഇത് പിടിച്ചോണ്ടാണാവോ നടുവേദന. എത്താനായി ഏകദേശം. നമ്മൾ കമ്പാരിറ്റീവ്ലി നേരത്തെ അല്ലേ, നല്ല നമ്മൾ ഈ നേരത്താണ് പൊതുവെ ഇറങ്ങല്. ഇന്നിപ്പോ ഈ നേരത്താണ് കേറിയത്. ഇന്ന് KSUയുടെ സമരം ആയതുകൊണ്ട് നമുക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് ഇറങ്ങി. ഇല്ലേലും 4 മണി വരെ ക്ലാസ് കഴിഞ്ഞ് ഇവരൊക്കെ എല്ലാവരും ഒരുങ്ങിയൊക്കെ ആകുമ്പോൾ 5:30 കഴിയും ഇറങ്ങാൻ തന്നെ. 6:30 ചിലപ്പോൾ ഇറങ്ങണം തന്നെ. അതൊരു സാരമില്ല. എനിക്ക് എന്നെ ബാക്കി തുടരൂ. കുറെ ആൾക്കാരവിടെ. എങ്ങനെയാണ് നിന്റെ മെന്റൽ ഹെൽത്ത് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് വയലന്റ് ആവുന്ന ഇടവേളകളിൽ? അത് കൺട്രോൾ ചെയ്യും. അതെ, പ്രതികരിക്കും, നന്നായിട്ട് പ്രതികരിക്കും നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് പ്രതികരണ ശേഷി. എല്ലാവർക്കും പ്രതികരണം, എല്ലാവരും ഉണ്ട്, എല്ലാവരും പ്രതികരിക്കും. അതെ, നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. കണ്ടില്ല, ഇപ്പൊ തന്നെ പ്രതികരിച്ചു. അതെ. പിന്നെ ഇവിടെ എല്ലാവരും നല്ല പ്രതികരണമുള്ള ആൾക്കാരാ. കണ്ടാങ്ങനെ വിചാരിക്കില്ലെങ്കിലും നല്ല പ്രതികരണമാണ് ഇവർക്കൊക്കെ. അപ്പൊ മെന്റൽ ഹെൽത്ത് കൺട്രോൾ അങ്ങനെ ചെയ്യും. നിങ്ങളൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാ പറഞ്ഞേ? അങ്ങനെയൊക്കെ തന്നെ അല്ലേ? പിന്നെ എനിക്ക് അത്ര മെന്റലായിട്ട് തോന്നലില്ല, കാരണം കൂടെ ഉള്ളവർക്ക് അതിലും മെന്റലാണ്. അതെ, ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളു. യൂട്യൂബ് ചാനൽ ആരധികം കാണുന്നില്ലേ? ഒരു 100-100 വ്യൂസ് ഒക്കെ ഉള്ളു മാക്സിമം. കുറെ ആൾക്കാർ കാണണം, കമന്റ് ഇടണം. കമന്റ്സ് ആണ് ഞാൻ പ്രധാനം. നമ്മളെ പറ്റി അഭിപ്രായങ്ങൾ വെറുതെ വേണമെങ്കിൽ കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് ഇടൂ. എനിക്ക് ഭയങ്കര താല്പര്യമാണ് അതിലൊക്കെ. തുടങ്ങാനുള്ള മോട്ടിവേഷൻ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മെമ്മറീസ്, കാര്യമായിട്ട് അതാണ്. മെമ്മറീസ് എടുത്തു വെക്കാനുള്ളൊരു നല്ലൊരു അല്ലേ? ആരും കാണണമെന്ന് വിചാരിച്ച് തുടങ്ങിയതൊന്നുമല്ല. ആ വഴി കൂടെ നടന്നു ഞങ്ങളൊക്കെ. അമ്പലത്തിന്റെ അവിടെ അല്ലേ? അല്ലല്ലേ, ആ വഴി കൂടെ മറ്റേ ഗ്രൗണ്ട്. ഇന്നലെ കണ്ട 2 പേരാണോ? യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്രചോദനം ഇവരൊക്കെ. കാര്യം ഞങ്ങളുടെ കൂടെയുള്ള മെമ്മറിയൊക്കെ ഗോപിക്ക് മറക്കാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ട് അതെ, ഇത് തന്നെ മനസ്സിലായില്ല എന്താണെന്ന്. പിന്നെന്താ, നിങ്ങളുടെയൊക്കെ വീട് എവിടെയെന്ന് പറ. എൻ്റെ വീട് പാലക്കാട്. എൻ്റെ അവളുടെയും പാലക്കാട്. ഇപ്പോഴും പാലക്കാടാ. ഞാൻ മലപ്പുറത്താണ് വീട്. ഇത് എത്താനായി. നിങ്ങളെ ടീച്ചേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? നിങ്ങളെ ഇപ്പൊ പഠിപ്പിക്കുന്നവരെ കുറിച്ചുള്ള അതെല്ലേ? അവരുടെ അഭിപ്രായം അവൾ കൈ കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കണില്ല. നിങ്ങളൊക്കെ പറ, നിനക്കൊക്കെ എന്താ? വൻ പ്രതീക്ഷ, 100% വിജയം. അവരില്ലെങ്കിൽ അതെ, നമ്മളില്ല പിന്നെ. അതെ, ഞങ്ങളത് ശുഭപ്രതീക്ഷ, 100% വിജയം. ഞങ്ങളുടെ ട്യൂട്ടറോ ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. അക്കാഡമിക്കലി നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തിപ്പോ നമ്മൾ അത്ര കിട്ടിയിട്ട് നമുക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത്ര സപ്പോർട്ട് ചെയ്യും. അത് വെക്കിട്ടോ ഒക്കെ. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. എനിക്ക് ഈ കോളേജിൽ ഇനിയും പഠിക്കണം 1 കൊല്ലം കൂടി. ട്യൂട്ടർ നല്ലതാട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. നിങ്ങളുടെ ട്യൂട്ടറോ? അവരുടെ ട്യൂട്ടറിനെ കുറിച്ച് അഭിപ്രായമില്ല. അപ്പൊ എനിക്ക് ഒന്നും പറയാനില്ല. ഞങ്ങളെ ട്യൂട്ടർ വളരെ നല്ലൊരു ആളാണ്. ഞങ്ങൾക്ക് അക്കാഡമിയിലും നമ്മുടെ ക്ലാസ്സിലുള്ള ഇതാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും
വളരെ നല്ല ഒരിതാണ്. ഞങ്ങൾക്ക് ഭയങ്കര വി ആർ ബ്ലെസ്ഡ്. അങ്ങനെയല്ല, കമ്പാരിറ്റീവ്ലി അല്ല, സ്റ്റിൽ ഗുഡ് അല്ലേ? ഹിസ് ഗുഡ്, നല്ലതാ. ബാക്കിയുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും കുഴപ്പമൊന്നുമില്ല, മോശമൊന്നുമില്ല, എല്ലാം നല്ലവരും. അതെ അതെ അതെ, എല്ലാം നന്നായിട്ട് പഠിപ്പിക്കുന്നവർ നല്ലതും എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പോൾ എത്താനായി ഏകദേശം. ഇത് നമ്മുടെ ഹോസ്റ്റൽ.